പിന്നെ ഓരോ വെജിറ്റബിൾസായി ആഡ് ചെയ്യും. ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യും. മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് കട്ട് ചെയ്യുന്നത്. അത് ഓരോന്നിനും ഓരോ മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതെ, പുളി ഇട്ടാൽ മീൻ കറിയാവും, അല്ലെങ്കിൽ പുളി ഇട്ടില്ലെങ്കിൽ അത് വേണമെങ്കിൽ ചിക്കൻ കറി ആക്കാം, കടലക്കറി ആക്കാം. FG റോവർ ഇന്ന് വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തായിട്ട് കാക്കഞ്ചേരിയിൽ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലുള്ളത് ഷാസ് ഫുഡ്സിൽ. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പലർക്കും വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ല കുക്കിംഗ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻസ്റ്റന്റ് ഗ്രേവി ഷാസ് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പെപ്പർ ചിക്കന്, അതേപോലെ മട്ടൺ റോസ്റ്റ്, അങ്ങനെ നമുക്ക് വീടുകളിലും റെസ്റ്റോറന്റുകളിലും ഒക്കെ കുക്ക് ചെയ്യാനുള്ള പല രീതിയിലുള്ള ഇൻസ്റ്റന്റ് ഗ്രേവികളാണ് ഷാസ് ഫുഡ്സ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെ ചെയ്യുന്നു, എത്രമാത്രം ഇവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, പ്രിസർവേറ്റീവ്സ് ഒന്നൊക്കെ ചേർക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. നേരെ ഷാസിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക്. ഷാസ് ഫുഡ്സ് കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോളർ ഫിദയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? 10 വർഷമായി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 വർഷമായി. ഇവിടെ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പോ ഇൻസ്റ്റന്റ് ഗ്രേവി ഐറ്റംസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെറും 3 സ്റ്റെപ്പ് മാത്രമാണ് കുക്കിങ്ങിന് ആവശ്യം. ജസ്റ്റ് മിക്സ്, കുക്ക് ആൻഡ് സെർവ്. ഈ ഒരു 3 സ്റ്റെപ്സ് വഴിയാണ് നമ്മുടെ ഈ ഗ്രേവി ഉപകാരപ്പെടുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഏതൊക്കെ ഗ്രേവികളുള്ളത്? കറന്റ് 30+ വെറൈറ്റീസോളം ഷാസ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. 30ന്റെ മുകളിൽ? യെസ്. അത് എന്തൊക്കെയാണത്? ബിരിയാണി മസാല, പെപ്പർ ചിക്കൻ, മട്ടൻ വരട്ടിയത്, അൽഫാം മസാല, അതുപോലെ ബട്ടർ ചിക്കൻ. ഇത് വീട്ടിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ല റെസ്റ്റോറന്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം? റെസ്റ്റോറന്റിലും യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കാം. ഓക്കേ, ഇന്നിപ്പോ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോ ഇന്ന് കാണാൻ പറ്റുന്നത്? ഓക്കെ, ഇന്ന് നമുക്ക് ബിരിയാണി മസാലയുടെ പ്രൊഡക്ഷൻ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങും. ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, അതായത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എത്രമാത്രം അതിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? ഓരോ ഐറ്റംസ് വരുമ്പോഴും നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, അതായത് സോർട്ട് ചെയ്തെടുക്കും. എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ട് മാത്രമാണ് നമ്മൾ ക്ലീനിങ്ങിലേക്ക് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു ക്വാളിറ്റി ചെക്കിംഗ് നടക്കുന്നുണ്ട് അല്ലേ? ക്വാളിറ്റി ചെക്കിങ്ങിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് കട്ടിങ്ങിലേക്ക് കൊണ്ടുവരും. കട്ടിങ്ങിന് മുമ്പ് ഇത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ബ്ലാൻഡ് ചെയ്ത് കട്ട് ചെയ്ത് പ്രൊഡക്ഷനിലേക്കാണ് കൊണ്ടുവരാം. ഓണിയൻ ആയാലും ജിഞ്ചർ ആയാലും ഗാർലിക് ആയാലും ടൊമാറ്റോ ആയാലും ഓരോന്നും അത്രക്കും ക്വാളിറ്റിയിൽ സ്ലൈസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷനിലേക്ക് എടുക്കുന്നത്. ഈ കട്ടിംഗ് ഒക്കെ ഇവിടെ മാനുവലി ചെയ്യുന്നത്, മെഷീൻ വെച്ചിട്ടാണോ? മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് കട്ട് ചെയ്യുന്നത്. അത് ഓരോന്നിനും ഓരോ മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? അതെ, ഓരോ ഐറ്റത്തിനും ഓരോ മെഷീനറീസാ. അതായത് നമ്മള് ടൊമാറ്റോ കട്ട് ചെയ്യുന്നതിൽ നമ്മള് സവോള കട്ട് ചെയ്യുന്നില്ല? ഇല്ല. അത് ജിഞ്ചർ വേറെ തന്നെ? വേറെ തന്നെ. ഓരോന്നും ചോപ്പ് ചെയ്യുന്നത് ഓരോ മെഷീൻസിലായിട്ടാ. കട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പ്രൊഡക്ഷനിലേക്കാണ് പോവുക. അപ്പോൾ പ്രൊഡക്ഷനിലേക്ക് കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയും 100% നാച്ചുറലാ. പൊടികളായാലും സ്പൈസസ് ആയാലും നമ്മൾ അത്രക്കും ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കുക്കിങ്ങിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇത് കുക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്? അതെ, കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൗച്ചിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അവിടെ കുക്ക് ചെയ്യണ്ടേ? ചിക്കൻ ആഡ് ചെയ്ത് ജസ്റ്റ് ചിക്കൻ വേവുന്ന ഒരു ടൈമിംഗ് മാത്രമാണ് ആവശ്യം. ഓട്ടോ റിലേയിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യും. ഓയിൽ ചൂടായതിനു ശേഷം ഓണിയൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യും. പിന്നീട് അതിലേക്ക് സോൾട്ട്, പിന്നെ ഓരോ വെജിറ്റബിൾസായി ആഡ് ചെയ്യും. ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യും. അതിനുശേഷമാണ് സ്പൈസസ് ഇടുന്നത്. ഇതിന് ശേഷം നമുക്കിനി ഫില്ലിങ്ങിലേക്ക് പോവാം. നമുക്കിവിടെ 2 ഫില്ലിംഗ് മെഷീൻസ് ആണുള്ളത്. കുക്ക് ചെയ്ത ഗ്രേവി ഈ ഫില്ലിംഗ് മെഷീൻസിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യും. ഈ കാണുന്ന റീടോട്ട് പൗച്ചസുകളിൽ ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് പിന്നീടാണ് നമ്മൾ ടെക്നോളജിയിലേക്ക് കടക്കുന്നത്. ഇത് റിട്ടോട്ട് പൗച്ചാണ് വരുന്നത്? യെസ്, റിട്ടോട്ട് പൗച്ചാ. 4 ലെയർ പൗച്ചാ. ഓ ശരി. നമുക്ക് ഫുഡ് ഗ്രേഡ് ആണ് ഇത് വരുന്നത്? യെസ്, ഫുഡ് ഗ്രേഡ്. മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ, 2-3 കമ്പനിയുടെ റിട്ടോട്ടിക് സിസ്റ്റം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു പൗച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഹൈ ടെമ്പറേച്ചറില് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് ഈ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സീൽ ചെയ്ത ഈ പൗച്ചസ് നമ്മൾ ഈ ട്രേയിൽ സെറ്റ് ചെയ്തിട്ട് റീടോട്ട് മെഷീനിലേക്ക് കയറ്റും. ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടൈം, അതായത് ഓരോ ഗ്രേവീസിനും ഓരോ ടൈമിംഗ് ആയിരിക്കും. ആ ഒരു ടൈമിങ്ങിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോസസ്സിങ് കഴിഞ്ഞ് ആ ഒരു ട്രേ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിസർവേറ്റീവ്സിന്റെ ആവശ്യമില്ല, ആദ്യം പറഞ്ഞ സംഭവം അല്ലേ? നോ പ്രിസർവേറ്റീവ്സ്. അതായത് ഈ റീടോട്ട് ടെക്നോളജി തന്നെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് മൈക്രോ ഓർഗാനിസംസ്, അതായത് അതിന്റെ സ്പോർസ് പോലും
ഈ ഒരു 121 ഡിഗ്രി സെൽഷ്യസിൽ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ ഈ പൗച്ചസ് നമ്മൾ 15 ഡേയ്സ് ക്വാറന്റൈൻ പീരീഡിലേക്ക് വെക്കും. ആ ഒരു ടൈം പീരീഡിൽ ഈ ഗ്രേവി ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഓക്കെ ആണോ, അത്രക്കും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഈ പ്രോഡക്റ്റുകളൊക്കെ എത്ര ഗ്രാംസിലാണ് നിങ്ങൾ പാക്ക് ചെയ്യുന്നത്? 3 തരത്തിൽ പാക്ക് ചെയ്യുന്നുണ്ട്. 150 ഗ്രാം, 300 ഗ്രാം, 1 kg. റെസ്റ്റോറന്റിലൊക്കെ ഷാസിന് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഷെഫിനൊക്കെ സിമ്പിൾ ആയിരിക്കും അല്ലേ ഇത് ഉണ്ടാക്കാനൊക്കെ? അത്രയും സിമ്പിൾ ആയിട്ട് അവിടുന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ആദ്യം വാങ്ങിക്കുമ്പോൾ അവർ ആ ഒരു ധൈര്യത്തോടെ വാങ്ങിക്കുന്നുണ്ടോ? 1 ഇയർ ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഇതിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഉണ്ടോ എന്നുള്ളത്. ബട്ട് അവരൊരു തവണ വാങ്ങിക്കഴിഞ്ഞ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഉറപ്പ് വരുന്നുണ്ട് ആ കസ്റ്റമർക്ക്, ഇത്രക്കും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്, ടേസ്റ്റി ആണ്, സിമ്പിൾ ആണ്. ഈ ഒരു 3 സ്റ്റെപ്സ് കുക്കിംഗ് റെസ്റ്റോറൻറ്റ്സിൽ പോലും ഷെഫുകൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി. ഈ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി സമീപിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? തീർച്ചയായും. കറന്റ് ഇപ്പോൾ ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം കൂടി, എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത്? സ്റ്റാർട്ടിംഗ് പ്രൈസ് 70 റുപ്പീസ് ആണ്. പിന്നീട് ഓരോ ഗ്രേവീസിന് ഓരോ റേറ്റാ. പല ടൈപ്പ് ഗ്രേവീസ് വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് ഓരോന്നിനും അതിന്റെ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. ഷാസ് കമ്പനിയുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സുനിത മാഡം എന്റെ കൂടെ ഉള്ളത്. മാഡം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാരണം എന്തായിരുന്നു? ഈ കമ്പനി ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. ഇതൊരു നമ്മൾ സ്വന്തം യൂസിന് വേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയാണ്. പിന്നെ അതിപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് നല്ലതാണ്. അങ്ങനെ അത് കുറച്ചും കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പം ഹോൾ കേരള, പിന്നെ ബാംഗ്ലൂർ, ഓൺലൈനിലും അവൈലബിൾ ആണ്. ഓൺലൈനിൽ എന്ന് പറയുന്നത് shaazfoods.com ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് കിട്ടും. കേരളത്തിലും ബാംഗ്ലൂർ മാത്രമാണോ ചെയ്യുന്നത്? അല്ല, പുറത്ത് എക്സ്പോർട്ട് ഉണ്ട്. സിംഗപ്പൂർ, UK, ഖത്തർ, ഓസ്ട്രേലിയ എന്ന സ്ഥലത്തോട്ടേക്കും പോകുന്നുണ്ട്. അതെ അതെ. കേരളം മാത്രമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ല. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, എക്സ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റും ഒരേ ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരേ ക്വാളിറ്റി ആണ്, ഒരു വ്യത്യാസമില്ല. നമ്മൾ പല പ്രോഡക്റ്റ് നമ്മൾ പറയുന്നുണ്ട്, നല്ലതൊക്കെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് അയറ്റി അയക്കും. ഇല്ല. എക്സ്പോർട്ടിന് വേറെ, ഇവിടത്തേക്ക് വേറെ ഒന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോ മാർക്കറ്റിൽ വില കൂടാൻ സാധ്യതയുണ്ട് പല നമ്മുടെ വെജിറ്റബിൾസിനും. അങ്ങനെ കൂടുന്ന സമയത്ത് നിങ്ങളുടെ ഇതിൽ പ്രൈസ് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. നമ്മൾ പ്രൈസ് എപ്പോഴും ഫിക്സ്ഡ് ആട്ടോ. അതാണ് ഒരു മെയിൻ ഒരു ഇത്. ഉള്ളിക്ക് വില കൂടും, തക്കാളിക്ക് കൂടും, പക്ഷെ നമ്മളെ പ്രോഡക്റ്റിന് ഒരേ വിലയാണ്. മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ ലുലുലു കിട്ടുന്നുണ്ട്, നെസ്റ്റോയിൽ കിട്ടുന്നുണ്ട്. പ്രൈസ് എന്നും ഫിക്സഡ് ആണ്. നമ്മളത് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് മാറ്റാൻ പറ്റില്ല, നമുക്ക് തോന്നിയ പോലെ മാറ്റാൻ പറ്റില്ല. ഇല്ല. ഇതിന് കുറെ ഗുണങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൾ ഹോട്ടലിലോട്ടേക്കും കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കുറെ ഹോട്ടലും മെസ്സുകളും, ഞാനും മെസ്സ് നടത്തുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ മെസ്സിലും ഒക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാഫൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ ഒരു ഉള്ളി പൊളിക്കുക, ഉള്ളീനെ കൊണ്ടുള്ള തോല് എവിടെ കൊണ്ടുപോയി കളയണം, അതൊക്കെ ഒരു ഇതാണ്, ഒരു വലിയൊരു പ്രോബ്ലം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. സ്ഥലം ഡേർട്ടി ആവുന്നില്ല. സ്റ്റാഫ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. മാൻ പവർ ഇല്ലാതെയും 2 ആളെ കൊണ്ട് നമുക്കൊരു മെസ്സോ ഹോട്ടലോ നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗുണം. നമുക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അത് മെയിനായിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റും ഈ കേറ്ററിംഗ് സർവീസിലുള്ള ആൾക്കാർക്കാണ്. അതായത് അതൊരു 1 കിലോ പൗച്ചിന്റെ ബേസ് ഗ്രേവി എന്ന് പറയും. ആ ബേസ് ഗ്രേവി ഉള്ളി തക്കാളി ഒക്കെ ഉള്ള ഒരു ഗ്രേവിയാണ്. അതൊരു ഷെഫിന്റെ കയ്യിൽ കിട്ടുമ്പം അയാൾ അതനുസരിച്ചിട്ട് അയാൾക്ക് അത് എങ്ങനെ വേണം മോഡിഫൈ ചെയ്യാം. പുളി അതെങ്ങനെയാ വെച്ചാൽ പുളി ഇട്ടാൽ മീൻ കറിയാവും, അല്ലെങ്കിൽ പുളി ഇട്ടില്ലെങ്കിൽ അത് വേണമെങ്കിൽ ചിക്കൻ കറി ആക്കാം, കടലക്കറിയാക്കാം. ആ പൊടി ഇടുന്നതിലുള്ള വ്യത്യാസമാണ്. അതൊരു ഷെഫുമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും വേഗം. അതെ. അപ്പൊ വെറും ഇതിൻ്റെ അകത്ത് എത്ര വേണം ഈ സ്കൂപ്പ് ചെയ്തിട്ട് എത്ര പേസ്റ്റ് വേണം സ്കൂപ്പ് ചെയ്ത് ആ സ്കൂപ്പിൽ വേണമെങ്കിൽ ഒരു മുട്ടക്കറി ആക്കാം, അതിനുള്ള മസാല ഇട്ടാൽ മതി. ഇനി വേണ്ട എനിക്ക് ഫിഷ് കറി ആണെച്ചാൽ പുളി വെച്ചാൽ മതി, അത് ഫുൾ ഫിഷ് കറിയായി. ഒരു ബേസ് ജനറൽ ഗ്രേവിയാണ് അതുകൊണ്ട് അത് നമ്മൾ ഹൗസ് ഹോൾഡിന് കൊടുക്കാറില്ല. എന്താ വെച്ചാൽ 1 കിലോ ഒരു ഹൗസ് ഹോൾഡിന് ആവശ്യം വരാറില്ല. അത് വെറും 1 കിലോ പൗച്ച്. ഈ 1 കിലോ പൗച്ച് വെറും ഹോട്ടൽസും മെസ്സിനും വേണ്ടി മാത്രമാണ്. ഇത്രയാണ് ഷാസ് ഫുഡ്സിന്റെ ഇൻസ്റ്റന്റ് ഗ്രേവിയുടെ വിശേഷങ്ങൾ. റെഡി ടു കുക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് ഓരോ പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് ഷാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ രീതിയിലുള്ളതും, അതായത് നമുക്ക് ഫിഷിന് വേണ്ടത് മട്ടന്, ചിക്കന്, സാമ്പാർ, രസം, അങ്ങനെ നമ്മൾ എന്തൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ ഹോട്ടലിലോ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടോ അതിനാവശ്യമുള്ള എല്ലാ രീതിയിലുള്ള ഇൻസ്റ്റന്റ് ഗ്രേവികളും ഇവിടുന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഷാസ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. ഞാൻ എന്തും കൊടുക്കുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.